ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നവർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയുടെ ചുരുളഴിയുകയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉടുമുണ്ടുരിഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട നിലയിൽ ഏതു നിമിഷവും അറസ്റ്റ് ഉണ്ടായേക്കാം എന്നാണ് സൂചനകൾ. അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ച പിണറായിയുടെ വിശ്വസ്തർക്ക് ഇനി രക്ഷയില്ല. ശബരിമല കേസിൽ ഇന്ന് കോടതിയിൽ നിന്ന് നിർണായകമായ തീരുമാനം വരാനിരിക്കുകയാണ്. അടൂർ പ്രകാശിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന്റെയും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന്റെയും അതുപോലെ കട്ടിളപ്പാളികളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ സ്വർണം കുറഞ്ഞതിന്റെയും അടക്കം തെളിവുകൾ ഹാജരാക്കുന്നതോടെ പല നേതാക്കളുടെയും അറസ്റ്റും ചോദ്യം ചെയ്യലും നടന്നേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് കൂടുതൽ സൗകര്യങ്ങളുള്ള മറ്റൊരു ലാബിൽ കൂടി പരിശോധന നടത്തുകയാണ്. അതിനിടയിലാണ് നഷ്ടമായ സ്വർണത്തിന്റെ ഏകദേശ കണക്കും തുടർ പരിശോധനയുടെ ആവശ്യവും വ്യക്തമാക്കി അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മോഷണം ഭരിക്കുന്ന പാർട്ടി നടത്തിയിട്ടുണ്ടാവില്ല. CPM നേതാക്കൾ ശബരിമലയിലെ സ്വർണം കൂട്ടം ചേർന്ന് മോഷ്ടിച്ചപ്പോൾ ഒരു അടൂർ പ്രകാശിനെ കള്ളക്കേസിൽ കുടുക്കി രക്ഷപ്പെടാമെന്നായിരുന്നു പിണറായി കരുതിയത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും മോഷണ ഇടപാടിനെക്കുറിച്ചും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായതോടെ പണി പാളി. മുഖ്യമന്ത്രിയും കൈയൊഴിയുകയാണ്. മോഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഏത് നിമിഷവും ചോദ്യം ചെയ്യലും അറസ്റ്റും നടക്കാൻ സാധ്യതയുള്ള കടകംപള്ളിയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെട്ട് നാണം കെടാൻ പിണറായിക്കാകില്ല. പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി ഒന്നിലേറെ തവണ പോയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ പോയിട്ടുണ്ടെന്നായിരുന്നു കടകംപള്ളി ഉന്നയിച്ചിരുന്ന വാദം. 2016-ൽ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിൽ വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെ 2017-ൽ വീട്ടിൽ പോയെന്നുമാണ് കടകംപള്ളി പറഞ്ഞിരുന്നത്. ശബരിമലയിലെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും കടകംപള്ളി പറഞ്ഞിരുന്നു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. 2017 മുതൽ കടകംപള്ളിയുമായി നല്ല ബന്ധമാണെന്നും തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുമായിരുന്നു പോറ്റിയുടെ മൊഴി. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും താൻ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പോറ്റിയുടെ മൊഴിയിലുണ്ട്. പോറ്റിയുടെ വീട്ടിൽ 2 തവണ കടകംപള്ളി വന്നതായി അയൽവാസിയും വെളിപ്പെടുത്തിയിരുന്നു. അതായത് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പാളികൾ മറിച്ച് വിറ്റ് പുതിയത് സ്ഥാപിച്ചോ എന്ന കാര്യത്തിലെ ദുരൂഹത മാറാതെ നിൽക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും നടത്തിയ കൊള്ളയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇക്കാര്യം വ്യക്തമായേ മതിയാവൂ. അപ്പോൾ തന്നെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന തീരുമാനത്തിലെത്തുകയും വേണ്ടി വന്നാൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനയും SIT നൽകിയിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ ഉത്തരം വ്യക്തമാകുമെന്നാണ് SITയുടെ പ്രതീക്ഷ. അതിനാൽ വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാനും ആധുനിക സംവിധാനങ്ങളുള്ള മറ്റൊരു ലാബിലേക്ക് അയച്ച് വിശദ പരിശോധന നടത്താനുമാണ് SITയുടെ നീക്കം. ഏതായാലും അടൂർ പ്രകാശിനെ വെച്ച് അന്വേഷണം ഗതിമാറ്റം എന്ന വലിയ ശ്രമം CPM നടത്തിയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കളി മാറി. ഇനി കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലും ഒരുപക്ഷെ അറസ്റ്റും കഴിഞ്ഞേ മറ്റു പരിപാടി ഉണ്ടാകൂ. അത്രയ്ക്ക് കടകംപള്ളി ഒറ്റപ്പെടുകയും അത് അദ്ദേഹത്തിന്റെ ഭാഷയിലും വർത്തമാനത്തിലും കാണുകയും ചെയ്തിട്ടുണ്ട്. തന്നെ രക്ഷിക്കാൻ ഇനി പിണറായിക്കും കഴിയില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. അയ്യപ്പന്റെ മണ്ണിൽ കവർച്ച നടത്തിയവർ ശിക്ഷിക്കപ്പെടണം. ഇതിന് പിന്നിലെ വലിയ സ്രാവുകളെ പുറത്തു കൊണ്ടുവരണം. CPMന്റെ ഈ അഴിമതി ഭരണം അവസാനിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു.